ഞാനിവിടെ ഫിലിം മേക്കിംഗ് ആണ് കോഴ്സ് ചൂസ് ചെയ്തത്. ഇവിടെ 1.5 വർഷത്തെ കോഴ്സായിരുന്നു. അതിലിപ്പോൾ ഒരു 8 മാസം ആയപ്പോൾ തന്നെ എനിക്ക് പ്ലേസ്മെന്റ് ആയി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 8 മാസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ പ്ലേസ്മെന്റ് കിട്ടി. ദുബായിലാണ് പ്ലേസ്മെന്റ്? അതെ, ദുബായിൽ. ഹലോ, ഞാൻ സാൻസ്ന. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സ്മാർട്ട് കാർവിംഗ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയിൽ ഫിലിം മേക്കിംഗ് കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്മെന്റ് കിട്ടി ദുബായിലേക്ക് പോകാൻ നിൽക്കുന്ന മുക്താറാണ്. ഹായ് മുക്താർ. ആക്ച്വലി മുക്താർ നോക്കി പറഞ്ഞോ, ക്യാമറ നോക്കി പറഞ്ഞോ. മുക്താർ ആക്ച്വലി എങ്ങനെയാണ് സ്മാർട്ട് കാർവിംഗിലേക്ക് എത്തിച്ചേർന്നത്? ഞാൻ എൻ്റെ മാമ പറഞ്ഞിട്ട് വന്നതാണ്. പുള്ളിയോടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ അവരുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അവിടെ, അപ്പം അതിൽ വർക്ക് ചെയ്തു. അപ്പം അങ്ങനെ പുള്ളി പറഞ്ഞിട്ടാണ് വന്നത്. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിചാരിച്ച പോലെ പഠിക്കാനൊക്കെ പറ്റിയായിരുന്നു? ക്ലാസ് അടിപൊളിയായിരുന്നു. ഇവിടെ ഫസ്റ്റ് പ്രാക്ടിക്കലാണ് വരുന്നത്. അതായത് ലൈവ് പ്രൊജക്റ്റ് അറ്റൻഡ് ചെയ്തിട്ടാണ്. ഇപ്പം ഇവിടെ വരുന്ന ലൈവ് പ്രൊജക്റ്റിൽ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ അസിസ്റ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും കൂടുതലും. ഇപ്പം നമ്മൾ നേരിട്ട് ക്ലാസ് ആയിട്ടിരുന്ന് കണ്ടാൽ നമുക്ക് അത്രയും കിട്ടിയിരുന്ന വരില്ല. പക്ഷേ ഓരോ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിരുന്നു. മുക്താർ കംപ്ലീറ്റ് ചെയ്തത് എത്ര വർഷത്തെ കോഴ്സ് ആയിരുന്നു? ഈ ട്രെയിനിങ് പീരീഡിലുള്ള ഫിലിം പ്രോജക്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു 3 ഫിലിമിൽ അങ്ങനെ അസിസ്റ്റ് ചെയ്തു. പിന്നെ ഷോർട്ട് ഫിലിംസ് കുറച്ച് അങ്ങനെ വർക്ക് ചെയ്തു. ഓക്കെ, ഇത് പ്രശ്നം ചിരിച്ചല്ലേ പറഞ്ഞ? ഒരു മിനിറ്റ്. ഓക്കെ, വർക്ക് ചെയ്ത 3 ഫിലിമും നമ്മുടെ സ്മാർട്ട് കാർവിംഗിന്റെ ബാനറിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു? അതെ, സ്മാർട്ട് കാർവിംഗിൽ തന്നെ ഉണ്ടായിരുന്ന 3 ഫിലിമായിരുന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആകാശവാതിലായിരുന്നു. ആകാശവാതിലിൻ്റെ സോങ്ങിനാണ് ഞാൻ ഫസ്റ്റ് വന്നത്. അതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് ആദ്യം ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ലൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ കുറേ ലൈറ്റപ്പ് കാര്യങ്ങൾ ഓരോ സീനനുസരിച്ചിട്ട് നമ്മൾ ലൈറ്റപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പുള്ളി പറഞ്ഞു തന്നിരുന്നു. ക്യാമറാമാൻ ഉണ്ടായിരുന്നു, പിന്നെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. അസോസിയേറ്റ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു തന്നു ഇന്ന ലൈറ്റപ്പാണ് നമുക്കുള്ളത്. അങ്ങനെ ലൈറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ബേസിക്കായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതായത് ലൈറ്റ്സ് ഫിക്സ് ചെയ്യുന്നതും ഓരോ സീനിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണതും അങ്ങനെ ടെക്നിക്കൽ സൈഡായിട്ട് അങ്ങനെ പുള്ളി പറഞ്ഞു തന്നിരുന്നു. പിന്നെ അങ്ങനെ അതായത് ഫസ്റ്റ് പ്രൊജക്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശങ്കർ സാറിൻ്റെ പടം എടുത്തപ്പോൾ അട്ടപ്പാടിയിലുണ്ടായിരുന്നത്. അതിലാണ് പിന്നെ കൂടുതലും യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന് മനസ്സിലായത്. അങ്ങനത്തെ സംഭവമായിരുന്നു അവിടെ. ഇതും വിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ ഹൈ എൻഡ് ലൈറ്റുകൾ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ പുറത്തുനിന്നുള്ള യൂണിറ്റ് വലിയ യൂണിറ്റ് ആയിരുന്നു. അവരും കൂടുതൽ യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതിനനുസരിച്ചിട്ട് നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. നമ്മുടെ 3 ഫിലിമിലെ DOPs കനകരാജ് സാറ്, അനിഷ് ബാബു സാറ്, അരുൺ സാറ്, വിനീത് സാറ്, ഇവരൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എല്ലാവരും അടിപൊളിയായിരുന്നു. അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്യണ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അതായത് സെറ്റിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിരിക്കും എല്ലാവരും. അതായത് ഇപ്പോൾ ഇന്ന ടൈമിനുള്ളിൽ ഇന്ന ഷോർട്ട്സ് തീർക്കാന്നുള്ള ഒരു പ്രഷറിലായിരിക്കും. അതെല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലും ഇപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ അറിയണ്ടേ, ഇപ്പോൾ ഇന്ന സീനിൽ എന്തിനാണ് ആ ലൈറ്റ് ഇപ്പോൾ അവിടെ വെച്ചത്, എന്തുണ്ടെങ്കിലും ഡൗട്ട് ചോദിച്ചാലും പുള്ളി സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഏത് കോഴ്സാണ് ഇവിടെ അറ്റൻഡ് ചെയ്തത്? അത് എത്ര വർഷത്തെ ആയിരുന്നു? ഞാനിവിടെ ഫിലിം മേക്കിംഗ് ആണ് കോഴ്സ് ചൂസ് ചെയ്തത്. ഇവിടെ 1.5 വർഷത്തെ കോഴ്സായിരുന്നു. അതിലിപ്പോൾ ഒരു 8 മാസം ആയപ്പോൾ തന്നെ എനിക്ക് പ്ലേസ്മെന്റ് ആയി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 8 മാസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ പ്ലേസ്മെന്റ് കിട്ടി. ദുബായിലാണ് പ്ലേസ്മെന്റ്? അതെ, ദുബായിൽ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അവിടെ ഓൺലൈനായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ദിവസം വീഡിയോ കോൺഫറൻസ് വന്നു. അപ്പോൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ പുള്ളി ഓരോ പ്രൊജക്റ്റ് തന്നിരുന്നു. പുള്ളിയുടെ അവിടുത്തെ ഒരു പ്രൊജക്റ്റ് തന്നിട്ട് ഇവിടെ നാട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവരുടെ ഒരു ജ്വല്ലറിയുടെ ഒരു ആഡായിരുന്നു, സ്ക്രിപ്റ്റ് തന്നു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ആക്ച്വലി ഇത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടൊരു മൊമെന്റ് ആണ്. ഒരു 1.5 ഇയർ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണിത്. അതിൽ 8 മന്ത് ആയപ്പോഴേക്കും പ്ലേസ്മെന്റ് കിട്ടാന്ന് വെച്ചാൽ അത് മുക്താറിന്റെ കൂടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. സോ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ലൈഫ് ലോങ് എപ്പോഴും ആ മെന്റാലിറ്റി കൂടി ഉണ്ടാവട്ടെ. മുക്താറിന് എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവിധ ഗ്രീറ്റിംഗ്സും എപ്പോഴും കൂടി ഉണ്ടാവും. എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് സ്മാർട്ട് കാർവിങ്ങിന് എന്നെ ഇവിടെ എത്തിച്ച സാജൻ സാറ്, ബിൻസി മാം, പിന്നെ എൻ്റെ മാമ,
എല്ലാവർക്കും താങ്ക്സ്. സിനിമ ഒരു തപസ്യാണ്, ഒരു വികാരമാണ്, ഒരു പാഷനാണ്, ഒരുപാട് കലകളുടെ കൂടിച്ചേരൽ. പ്രശസ്തരായ ഫിലിം മേക്കേഴ്സിന്റെ കൂടെ സ്മാർട്ട് കാർവിംഗിന്റെ ലൈവ് പ്രൊജക്ടിൽ കണ്ടും കേട്ടും സിനിമയുടെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പഠിച്ച് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി 120ഓളം ഇന്ത്യൻ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന സ്മാർട്ട് കാർവിംഗിന് മാത്രം കഴിയുന്ന ലോ ബഡ്ജറ്റ് ഫിലിം മേക്കിങ്ങിലൂടെ ഫിലിം മേക്കർ ആവാൻ പഠിക്കാം. ഈ യാത്രയിൽ ലോകം നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പാഷൻ്റെ കൂടെ.